ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കമലയ്ക്ക് ശ്വാസമുട്ട് കൂടുതലായി കമലയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് കമലയെ പരിശോധിച്ച ഡോക്ടർ പറയുന്നു അല്പം സീരിയസ് ആണ്, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറയുന്നുണ്ട്. അതേസമയം മാഷ് മക്കളെയൊക്കെ വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ വിഷുവും വിനായകനും ശ്രീജയും നന്ദിനിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വരികയാണ്. ആ സമയത്ത് മാഷ് ICUവിൻ്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. പറയുന്നുണ്ട് അല്പം സീരിയസ് ആണ്, കാണേണ്ടവരൊക്കെ കയറി കണ്ടോളാനാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ അവർ കയറി കാണുന്നുണ്ട്. ആ സമയത്ത് തന്നെ കമല ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ്. അങ്ങനെ അവരെല്ലാവരും കമലയെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനുശേഷം മാഷ് പുറത്തിറങ്ങി നിന്ന് കമല ജീവിച്ചിരുന്നപ്പോൾ മാഷിനോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാഷ് ഒറ്റയ്ക്ക് താമസിക്കണം എന്നുള്ള പിടിവാശി കളയണം. മാഷ് വിശ്വത്തിൻ്റെ കൂടെ പോയി താമസിക്കണം. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശ്രീജ മുഖം കറുത്ത് ഒരു വാക്കുപോലും പറയത്തില്ല. അതുപോലെ എൻ്റെ ചിതയ്ക്ക് എൻ്റെ വിക്രം തന്നെ തീ കൊളുത്തണം. എൻ്റെ ചിതാഭസ്മം വീട്ടിൽ സൂക്ഷിക്കണം. വേദയും മടങ്ങി വന്നതിന് ശേഷം മാത്രമേ അത് വിക്രവും വേദയും ചേർന്ന് പുഴയിൽ ഒഴുക്കാവൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമല ജീവിച്ചിരുന്നപ്പോൾ മാഷിനോട് പറഞ്ഞത്. അതിനുശേഷം വിശ്വത്തിൻ്റെയും ശ്രീജയുടെയും വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ വേദ ഡൽഹിയിലെ ഹോസ്പിറ്റലിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. ഉറക്കമുണർന്ന വേദ അറിയുന്നത് താൻ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന സന്തോഷകരമായ വാർത്തയാണ്. പക്ഷേ അതൊരു സന്തോഷകരമായ വാർത്തയായിരുന്നെങ്കിലും മറു സൈഡിൽ വേദയെ കാത്തിരുന്നത് വലിയൊരു വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു. തൻ്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ രാധിക മരണത്തിന് കീഴടങ്ങി എന്ന വാർത്ത വേദയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. വേദ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന തരുണിനെയും അദ്ദേഹത്തിൻ്റെ അമ്മയായ സേതുലക്ഷ്മിയാണ്. ഹോസ്പിറ്റലിൽ തനിക്കൊരു കൂട്ടായിട്ട് സ്വന്തം അമ്മയെ കണക്ക് വേദയെ പരിചരിക്കുകയും നോക്കുകയൊക്കെ ചെയ്തതായിരുന്നു സേതുലക്ഷ്മി അമ്മ. ആ അമ്മയ്ക്ക് രാധികയുടെ മരണം ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അവർ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന രംഗം വേദയുടെ മുൻപിൽ നിന്ന് മായുന്നില്ലായിരുന്നു. മരണശേഷം തിയേറ്ററിൽ നിന്ന് രാധികയെ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തു കൊണ്ടുവരികയായിരുന്നു. അവിടെ വെച്ച് തന്നെ മരണാനന്തര കർമ്മങ്ങളൊക്കെ നടത്തുകയാണ്. കുഞ്ഞ് വിശന്ന് കരയുകയാണ്. അങ്ങനെ വേദ ചെന്ന് സേതുലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ കുഞ്ഞ് വിശന്നിട്ടായിരിക്കും കരയുന്നത്, ഞാൻ മോൾക്ക് പാല് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ വേദയുടെ കൈ കൊടുക്കുകയാണ്. അത് കാണുന്ന തരുണിന് വലിയ വിഷമാവുകയാണ്. അങ്ങനെ വേദ പാല് കൊടുത്ത് കുഞ്ഞിനെ ഉറക്കുകയാണ്. അങ്ങനെ വേദയ്ക്ക് രാധികയുടെ കുഞ്ഞിനോടുള്ള സ്നേഹവും ഇഷ്ടവും കാണുന്ന തരുണിൻ്റെ അമ്മ സേതുലക്ഷ്മി അമ്മയ്ക്ക് വേദയെ അവൾ ഉപേക്ഷിച്ച് പോകാൻ കഴിയുമായിരുന്നില്ല. മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം തരുൺ ഒരു തീരുമാനം എടുക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട രാധികയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ സ്ഥലത്തുനിന്ന് എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ കുഞ്ഞുമായി ഇവിടുന്ന് പോകണം. ഏറ്റവും മനസ്സമാധാനവും സന്തോഷവും കിട്ടുന്ന മറ്റെവിടെയെങ്കിലും പോയി താമസിക്കണമെന്നായിരുന്നു രാധികയുടെ ആഗ്രഹം. ജീവിച്ചിരുന്നപ്പോഴോ തനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇനിയെങ്കിലും അത് സാധിച്ചു കൊടുക്കണം. തൻ്റെ കുഞ്ഞും സമാധാനമുള്ള അന്തരീക്ഷത്തിൽ തന്നെ വളരണമെന്ന് തരുൺ തീരുമാനിക്കുകയാണ്. അങ്ങനെ തരുണും അമ്മയും കൂടി നാട്ടിലോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ തരുണിൻ്റെ അമ്മയ്ക്ക് വേദയെ അവൾ ഒറ്റയ്ക്കാക്കി പോകാൻ ഒട്ടും മനസ്സനുവദിക്കുന്നില്ലായിരുന്നു. അങ്ങനെ വേദയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തരുണിനോട് സേതുലക്ഷ്മി അമ്മ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വേദയെ കാണാൻ ഹോസ്പിറ്റലിൽ വരുന്ന സേതുലക്ഷ്മി പറയുന്നുണ്ട്, മോളെ ഞാനും തരുണും കുഞ്ഞും കൂടി നാട്ടിലോട്ട് പോവുകയാണ്, മോള് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയും. അതമ്മേ ഞാൻ മറ്റൊന്നും മോള് പറയണ്ട, മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. എൻ്റെ രാധികയുടെ കുഞ്ഞിനെ മോള് സ്വന്തം കുഞ്ഞിൻ്റെ കണക്കാണ് ഇത്രയും ദിവസം നോക്കിയത്. പക്ഷേ ഈ ഒരു നിർണായകമായ സാഹചര്യത്തിൽ ഞങ്ങൾ കൂടി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മോളുടെ ചേട്ടനും അയാൾ അയച്ച ഗുണ്ടകളും ഇവിടെ മോളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ കൈക്കുഞ്ഞുമായിട്ട് ആരും സഹായത്തിനില്ലാതെ മോൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ സേതുലക്ഷ്മി അമ്മ കാര്യങ്ങൾ പറഞ്ഞ് വേദയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മോൾ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നു താൻ നിൽക്കുന്നത് ഒരു വലിയ അപകടം പിടിച്ച ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ രക്ഷയെ കരുതിയെങ്കിലും അവരുടെ കൂടെ പോകണമെന്ന് വേദ തീരുമാനിക്കുകയാണ്. അങ്ങനെ വേദയ്ക്ക് ഒരു വർഷത്തോളം എല്ലാ സഹായം ചെയ്തു കൊടുത്ത വേദയുടെ അടുത്ത സുഹൃത്തായ ശ്വേതയെ കണ്ട് വേദ യാത്ര പറയുന്നുണ്ട്. അങ്ങനെ ശ്വേതയും പറയും അത് തന്നെയാണ് നല്ലത്, എനിക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരുപക്ഷെ നിന്നെ കെയർ ചെയ്യാൻ കഴിയില്ല, ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ നീ എത്തിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്നൊക്കെ ശ്വേത പറയുന്നുണ്ട്. അങ്ങനെ ശ്വേതയെടുത്തും കൂടി യാത്ര പറഞ്ഞിട്ട് വേദ തരുണിൻ്റെയും അമ്മയുടെയും കൂടെ നാട്ടിലോട്ട് യാത്ര വരികയായിരുന്നു. ആ ഡൽഹി നഗരത്തിനോട് യാത്ര പറയുന്നുണ്ട്. അങ്ങനെ വേദ പോയതിനു ശേഷം ജോലി സംബന്ധമായി ശ്വേതയും ബാംഗ്ലൂരിലോട്ട് പോവുകയാണ്. അങ്ങനെ വേദയെ അന്വേഷിച്ച് ശ്രീകാന്തും ഗുണ്ടകളും ഡൽഹി വരികയാണ്. പക്ഷേ ഡൽഹിയിൽ എവിടെയും വേദയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ വീഡിയോയിൽ നിന്ന് ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട് വേദ ഗർഭിണിയാണെന്നുള്ള കാര്യം. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിൽ കയറിയെങ്കിലും വേദ എന്നൊരു പേഷ്യൻറ്റ് എവിടെയും അഡ്മിറ്റ് ആയതായിട്ട് ഒരു വിവരം ശ്രീകാന്ത് ലഭിക്കുന്നില്ല. അതേസമയം ശ്രീകാന്ത് പറയുന്നുണ്ട് അവളുടെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ, അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം, ചിലപ്പോൾ അവൾക്കറിയായിരിക്കും വേദ എവിടെ ഉണ്ടെന്ന്.
അങ്ങനെ ശ്വേതയെക്കുറിച്ച് ശ്രീകാന്ത് അന്വേഷിക്കുകയാണ്. പക്ഷേ ശ്വേതയെക്കുറിച്ച് ഒരറിവും ശ്രീകാന്തിന് കിട്ടിയിരുന്നില്ല. ശ്വേത ഡൽഹിയിലേ ഇല്ലായിരുന്നു. ശ്വേത അങ്ങ് ബാംഗ്ലൂർ പോയിരുന്നു. അപ്പോൾ വേദയെ കണ്ടുപിടിക്കാനുള്ള ഒരു തുറപ്പിച്ചിട്ടും അവിടെ ഇല്ലാതാവുകയാണ്. അങ്ങനെ വേദ എവിടെയാണ് ശ്രീകാന്തിന് കണ്ടുപിടിക്കാൻ പറ്റാതെ ശ്രീകാന്ത് നാട്ടിലോട്ട് മടങ്ങി വരുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ വിക്രത്തിന് ജയിലും പല വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ശ്രീകാന്തിനെ അതിൽ നിന്നൊക്കെ ആ അപകടത്തിൽ നിന്നൊക്കെ നമ്മുടെ വിക്രത്തിനെ രക്ഷിക്കുന്നത് നമ്മുടെ ശങ്കരൻ്റെ ഒരു സുഹൃത്തും കൂടിയായ ജയിലറായ ആൻഡ്രൂ സാറാണ്. അങ്ങനെ ആൻഡ്രൂസിനോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, വിക്രത്തിന് ശത്രുക്കളുണ്ട്, പല വിധേനയും വിക്രത്തിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ രാജേട്ടനും ഒക്കെ ഒരു ശ്രദ്ധ വിക്രത്തിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തരുൺ നാട്ടിലോട്ട് ചാർജ് എടുക്കുകയാണ്. പുതിയ ഡി സി പി ആയിട്ട് തരുൺ എസ് അയ്യർ ചാർജ് എടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പല കേസുകളും തൻ്റെ മുൻപിൽ വന്ന് പെട്ടെങ്കിലും താൻ അന്വേഷിക്കുന്നത് വിക്രത്തിൻ്റെ കേസാണ്. അതിനു മുമ്പ് തന്നെ വേദയോട് തരുൺ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിക്രത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വേദ തരുണിനോട് പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ മുൻപിൽ വന്ന കേസുകെട്ടുകളെല്ലാം മാറ്റി വെച്ചിട്ട് വിക്രത്തിൻ്റെ കേസാണ്, വിക്രം സുധാകരൻ്റെ കേസാണ് തരുൺ ആദ്യം അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. ഇതറിയുന്ന ദർശൻ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻറ്റിമേഷൻ നമ്മുടെ ശ്രീകാന്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, തരുൺ എസ് അയ്യറോ? അതെ, ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അവിടെ ഒരുപാട് ഗുണ്ടകളെയൊക്കെ അടിച്ചു നിരത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അയാളാണ് വിക്രത്തിൻ്റെ കേസ് അന്വേഷിക്കുന്നതെന്ന് പറയും. ഡൽഹി എന്ന് പറയുമ്പോൾ ഇനി വേദയെങ്ങാനും ഏർപ്പാട് ചെയ്തതാണോ എന്ന് അന്വേഷിക്കും. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും, വേദയോ? അവൾക്ക് അങ്ങനെ ഒരു DCP ആയിട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ കാണും, അവളൊരു സുഹൃത്തിൻ്റെ കൂടെ ആയിരുന്നല്ലോ ഡൽഹി താമസിച്ചത്. വേദയ്ക്ക് അങ്ങനെയുള്ള ഇതൊന്നും കാണത്തില്ലെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. പക്ഷേ വേദ തരുണിൻ്റെ കൂടെ ഉള്ള കാര്യം ശ്രീകാന്തിന് അറിയുമായിരുന്നില്ല. അങ്ങനെ വേദ രാധികയുടെയും വേദയുടെയും കുഞ്ഞുങ്ങളെ ഒരേപോലെ, രണ്ട് കുഞ്ഞുങ്ങൾക്കും അമ്മയായി വേദ അവിടെ മാറുകയാണ്. അങ്ങനെ തരുൺ കേസൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ തരുൺ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് മാഷിൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അപ്പം അറിയുന്നുണ്ട് മാഷ് മൂത്ത മകൻ്റെ വീട്ടിലാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശങ്കരനാരായണൻ്റെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ പണിക്കത്ത് വീട്ടിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ പണിക്കത്ത് ശങ്കരനാരായണൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നും കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ശ്രീകാന്താണ് ഇതിൻ്റെ ഏകപക്ഷീയമായ വില്ലൻ എന്നുള്ള കാര്യം രണ്ട് കൂട്ടരും പറയുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്ന് നമ്മുടെ വേദയോട് പറയുന്നുണ്ട്. വേദയെടുത്ത് പറയുന്നുണ്ട് മാഷ് മൂത്ത മകൻ്റെ കൂടെ ആണെന്നും കമലമ്മ മരിച്ചുപോയ കാര്യമൊക്കെ അറിയുന്നുണ്ട്. ഇതൊന്നും വേദയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ തൻ്റെ അച്ഛൻ വിക്രത്തെ രക്ഷിക്കാനായിട്ട് ജഡ്ജി പദവി രാജിവെച്ച് വക്കീൽ കുപ്പായം അണിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കേസിനായിട്ട് വിക്രത്തിൻ്റെ കേസിന് അപ്പീൽ കൊടുത്തിരിക്കുകയാണെന്നൊക്കെ പറയും. അതിനുശേഷം അദ്ദേഹത്തിനെ നമ്മുടെ തരുൺ വിളിക്കുകയാണ്. അങ്ങനെ തരുൺ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ പുതിയ DCP ആയിട്ട് ചാർജ് എടുത്ത തരുൺ എസ് അയ്യറാണ്. വേദയുടെ അച്ഛനല്ലേ ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് താങ്കളെ ഒന്ന് കാണുമെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കാൻ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശങ്കരനാരായണനെ കൊടുക്കുകയാണ്. അങ്ങനെ വേദയും കുഞ്ഞും തൻ്റെ കൂടെ ഉണ്ടോ എന്ന് പറയും. കുഞ്ഞോ? അതേന്ന് പറയും. അങ്ങനെ കുഞ്ഞിനെയും വേദയും കാണാനായിട്ട് തരുണിൻ്റെ വീട്ടിലോട്ട് ശങ്കരനാരായണൻ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ശങ്കരന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു പുതിയ അതിഥി വേദയുടെ കൂടെ ഉള്ള കാര്യം. അങ്ങനെ പറയുന്നുണ്ട്, ഇടുക്കി രാജാക്കാട് വെച്ച് നടന്ന സംഭവം. അങ്ങനെ താൻ അനിയൻകുട്ടനെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ട് താൻ അബോധാവസ്ഥയിലേക്ക് കിടക്കുന്ന സമയത്ത് താൻ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റായ കാര്യം, അതിനുശേഷം വിക്രത്തിനെ ചന്ദ്രശേഖരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് കോടതിയിലാണ് അച്ഛാ വന്നത്. ആ സമയത്ത് ദർശനെ ശ്രീയേട്ടൻ്റെ ഭാഗത്ത് തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാ തെറ്റും വിക്രം ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, ഞാനതെല്ലാം തരുണിനെ ഏൽപ്പിച്ചോണെന്ന് പറയും. എന്ത് തെളിവാണ് മോളെ ഉള്ളതെന്ന് പറയും. അത് അന്ന് അനിയൻകുട്ടന് അബോധാവസ്ഥയിലെ സമയത്ത് അനിയൻകുട്ടൻ അബോധാവസ്ഥയിലാവാൻ കാരണം പുളിക്കനെ കൊന്നത് ശ്രീയേട്ടനാണെന്നുള്ളത് നേരിട്ട് കണ്ടതാണ് അനിയൻകുട്ടൻ. അതിനുശേഷം അനിയൻകുട്ടനെ ഇല്ലായ്മ ചെയ്യാനാണ് അന്ന് അയാൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നത്. ഓർമ്മ വീണ്ടെടുത്ത അനിയൻകുട്ടൻ ഞങ്ങളുടെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞിരുന്നു വെച്ചാൽ ആ കാര്യമെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അതെല്ലാം ശങ്കരനെ കേൾപ്പിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ശങ്കരൻ പറയും, ഇനി അവനെ ഒരു നിയമത്തിനും രക്ഷിക്കാൻ കഴിയത്തില്ല മോളെ, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വിക്രത്തിനെ പുറത്ത് കൊണ്ടുവരും. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ജഡ്ജി പദവി പോലും ഉപേക്ഷിച്ചത്. എനിക്കറിയാം അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവന് വേണ്ടി അപ്പീലിന് പോയിട്ടുണ്ട്. നാളെ കോടതിയിൽ അവനെ ഹാജരാക്കുമ്പോൾ അവന് വേണ്ടി ഞാനായിരിക്കും വാദിക്കുന്നത്. അവനെ ഞാൻ തിരികെ കൊണ്ടുവരും. നീയും നിൻ്റെ ഭർത്താവും കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഈ അച്ഛന് കാണുമെന്ന് പറയും. ഇത്രയും നാളത്തെ കാത്തിരിപ്പിനൊരു ഫലം ഉണ്ടാകുന്ന ദിവസമാണ് നാളെ എന്ന് പറയും. ഇത് കേൾക്കുന്ന വേദയ്ക്ക് സന്തോഷമാവും. അങ്ങനെ തരുണും പറയും, സാർ വിഷമിക്കേണ്ട, വേദ എല്ലാ തെളിവുകളും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തെളിവുകൾ ഞാൻ ശ്രീകാന്തിനെതിരെ ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കോടതി സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത തെറ്റിൻ്റെ പേര് ജയിലടക്കപ്പെട്ടിരിക്കുന്ന വിക്രത്തിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. എന്തിനും ഏതിനും സാറിൻ്റെ വേദന കൂടെ ഞാനുണ്ടാവുമെന്ന് പറയും. അപ്പം
നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇദ്ദേഹം ഉണ്ടായിരുന്നു കൊണ്ട് മാത്രമാണ് അച്ഛാ എനിക്ക് ഡൽഹി നഗരത്തിൽ സുരക്ഷിതമായി ഇരിക്കാൻ സാധിച്ചത്. ഇദ്ദേഹത്തിൻ്റെ അമ്മയും കാരണം ഡെലിവറി സംബന്ധമായിട്ട് ഞാൻ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യത്തിൽ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് എന്നെ അമ്മ പരിചരിച്ചത്. ഇപ്പോൾ ഒരു കുഞ്ഞല്ല, ഇദ്ദേഹത്തിൻ്റെ മകളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. 2 കുഞ്ഞുങ്ങളും ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറയും. അങ്ങനെ ശങ്കരൻ വേദയും കൂട്ടിക്കൊണ്ട് ആ കുഞ്ഞിനെ കാണാനായിട്ട് തരുണിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി നേരെ വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസത്തിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.